ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NotBuddy.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചിന്റെ ഒരു പോർഷൻ ആണ്. ഇതൊരു റിവിഷൻ ബേസ്ഡ് ക്ലാസ് ആണ്. എക്സാം ഓറിയന്റഡ് ടോപ്പിക്സ് മാത്രം നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ കലാം സാർ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കലാം സാർ ലാസ്റ്റ് ഇയർ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്തതിനെ കുറിച്ച് റീകളക്ട് ചെയ്യാണ്. അവിടെ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർക്കുന്നത്. ഈ ശാസ്ത്രയാൻ എന്ന പരിപാടിന്റെ എയിം എന്തായിരുന്നു? പ്രിപ്പയർ 2000 സ്റ്റുഡൻസ് ഫോർ കരിയേഴ്സ് ഇൻ സയൻസ്, മെഡിസിൻ, സർവീസസ്. അതായത് 2000-ഓളം കുട്ടികളെ, അതായത് സയൻസിൽ, അതുപോലെ തന്നെ മെഡിസിനിൽ, എഞ്ചിനീയറിംഗിൽ, സിവിൽ സർവീസിലൊക്കെ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ശാസ്ത്രയാൻ. ഈ പ്രോഗ്രാമിൽ അദ്ദേഹം 5000-ഓളം ആളുകളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രോഗ്രാമിന്റെ ടോപ്പിക് എന്തായിരുന്നു? സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അതായിരുന്നു ഈ പ്രോഗ്രാമിന്റെ ടോപ്പിക്. അങ്ങനെ ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ആളുകൾക്ക് അവസരം നൽകുന്നുണ്ട്. കലാം സാറിന്റെ പ്രസംഗങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേയൊക്കെ ആളുകൾക്ക്, ഓഡിയൻസിന്, എസ്പെഷ്യലി കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവസരം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലും അദ്ദേഹം അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ്. ഒരുപാട് ആളുകൾ കൈപൊന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും റാൻഡം ആയിട്ട് കുറച്ച് ആളുകളെ കലാം സാർ സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ട് ചെയ്ത ആളുകളിൽ നിന്നും ഒരു ബോയ്ക്ക് കലാം സാർ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ്. നെർവസ് ആയിട്ടുള്ള ഈ ബോയ് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കലാം സാറോട് ചോദിക്കുന്നുണ്ട്. എന്താണ്? ഈ ബോയ് പറയാണ്, എനിക്ക് കോൺഫിഡൻസ് വളരെ കുറവാണ്. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരുമായി എന്നെ കമ്പയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടും, ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോട് പോലും എനിക്ക് സംസാരിക്കാൻ ധൈര്യമില്ല, പേടിയാണെന്നാണ് ഈ കുട്ടി പറയുന്നത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് തോന്നും, ഞാൻ മറ്റുള്ളവരെക്കാളും ഇൻഫീരിയർ ആണ്, അവരെക്കാൾ താഴെയാണ് ഞാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഡ്രസ്സോ ഒന്നും മറ്റുള്ളവർ അത്ര നല്ലതല്ല, ഞാൻ മറ്റുള്ളവരെ അത്ര ഒരു മികച്ചൊരു കുട്ടിയല്ല എന്നൊക്കെ ഈ കുട്ടിക്ക് തോന്നും. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ പറ്റാത്തത് ഈ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഡ്രീമാണ് ഒരു മെറൈൻ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഡ്രീം. അതുപോലെ തന്നെ ഷിപ്പിന്റെ എഞ്ചിൻ ഉണ്ടാക്കാനും അതിന്റെ ക്യാപ്റ്റൻ ആവാനൊക്കെ ആയിരുന്നു ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ഡ്രീം. അങ്ങനെ തന്റെ ഈ കൺസേണും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും കലാം സാറോട് ഈ ബോയ് ചോദിക്കാണ്. അങ്ങനെ ഈ ബോയ് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ആളുകളെല്ലാം, ഇൻക്ലൂഡിങ് ഡിഗ്നിറ്ററീസ്, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട അതിഥികളും ചീഫ് മിനിസ്റ്ററൊക്കെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ കലാം സാർ നോക്കുന്നുണ്ട്. എന്ത് ഉത്തരമായിരിക്കും കലാം സാർ ഇതുപോലത്തെ ഒരു ചോദ്യത്തിന് കൊടുക്കാൻ പോകുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആകാംക്ഷയിൽ ഇരിക്കുകയാണ് എല്ലാവരും. കലാം സാർ ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ദിസ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഹാവ് എവർ ഫേസ്ഡ് ഇൻ മൈ ലൈഫ്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്നാണ് കലാം സാർ തുടക്കത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് റിസൈറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പോം റിസൈറ്റ് ചെയ്യുന്നുണ്ട്. ഫേമസ് ആയിട്ടുള്ള ജലാലുദ്ദീൻ റൂമിയുടെ ഒരു പോമാണ് അദ്ദേഹം ഇവിടെ റിസൈറ്റ് ചെയ്യുന്നത്. ഐ വിൽ ഫ്ലൈ എന്നാണ് ആ പോയത്തിന്റെ പേര്. ഈ പോം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു പോമാണ്. അതായത് ഈ പോയത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ജനിക്കുന്നത് വിങ്സോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഴയാൻ വേണ്ടിയിട്ട് ജനിച്ചവരല്ല. വിങ്സ് ഉള്ളവരാരും ഇഴയേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെ? വിങ്സ് ഉള്ളത് നമുക്ക് പറന്നുയരാൻ വേണ്ടിയിട്ടുള്ളതാണ്. കോർ മീനിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചിട്ടുള്ളത് ഒരുപാട് പൊട്ടൻഷ്യലോട് കൂടിയാണ്, ഒരുപാട് കഴിവുകളോട് കൂടിയാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ ഇഴയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്തുണ്ട്? വിങ്സ് ഉണ്ട്. നമ്മൾ പറന്നുയരാനുള്ളവരാണ്. അതുപോലെ തന്നെ കലാം സാർ പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ കണ്ടു പഠിക്കേണ്ട, നമ്മൾ നമ്മളായാൽ മതി. ബി എ യുണീക്ക് യു. അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ പേരൻസ് ഒക്കെ മറ്റുള്ളവരെ കണ്ടു പഠിക്കാനാണ് നമ്മളോട് പറയാറ്. മറ്റുള്ളവരെ കണ്ട് പഠിക്കുക, മറ്റുള്ളവർ വാങ്ങുന്ന പോലെ മാർക്ക് മേടിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമ്മളോട് പറയാറ്. ആരും നമ്മളോട് നല്ല ഒരു യു ആവുക അല്ലെങ്കിൽ നമ്മളാവുക എന്നുള്ളത് ആരും നമ്മളോട് പറയാറില്ല. മറ്റുള്ളവരുടെ ഒരു കോപ്പി ആവുക, ഇതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കലാം സാർ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, റിയൽ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് ടു റിമൈൻ യുണീക്ക്, നോട്ട് എ കോപ്പി. അതായത് യുണീക്ക് ആവാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ ഒരു കോപ്പി ആവുക, മറ്റുള്ളവരെ കണ്ട് കോപ്പി ചെയ്ത് അതുപോലെ തന്നെ ആവാൻ ശ്രമിക്കാതെ യുണീക്ക് ആവുക, യുണീക്ക് യു. അതാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു കോർ. അതായത് മറ്റുള്ളവരെ കണ്ട് നമ്മൾ പഠിക്കേണ്ട, നമ്മൾ നമ്മളായാൽ മതി, നമ്മുടെ ഏറ്റവും നല്ലൊരു വേർഷനായി മാറുക നമ്മൾ. അതാണ് അദ്ദേഹം ഈ സ്പീച്ചിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ യൂത്തിന്റെ പവറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും വലിയ റിസോഴ്സ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള റിസോഴ്സ് എന്താ വെച്ചാൽ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്. അതായത് യൂത്തിന്റെ ജ്വലിക്കുന്ന മനസ്സ്. ഈ സ്പീച്ചിലുടനീളം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതും അതാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയുക, മറ്റുള്ളവരെ കണ്ട് കോപ്പി അടിക്കാതെ യുണീക്കായി മുന്നോട്ട് പോവുക. അതാണ് ഈ സ്പീച്ചിന്റെ ഒരു കോർ എലിമെന്റ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സെൽഫ് ബിലീഫ്, പിന്നെ ഓവർകമ്മിങ് ലിമിറ്റേഷൻസ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്, ആൻഡ് ഫൈനലി കറേജ് ടു ബി യുണീക്ക്.
ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറേജ് ടു ബി യുണീക്ക് എസ് എ ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 പോയിന്റ്സ് ആണ് ഇതിലെ മെയിൻ തീംസ്. ഈ 4 നിങ്ങൾ നല്ലോണം പഠിച്ചിരിക്കുക. എസ് എയിലേക്കാണെങ്കിൽ നിങ്ങൾ ഈ 4 പോയിന്റ്സും ഒന്ന് എലാബറേറ്റ് ചെയ്താൽ മതി, മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈസി സമ്മറി, പിന്നെ ഷോർട്ട് നോട്ട്സ്, ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ കൂടി ഞാൻ notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ടെക്സ്റ്റ് വായിച്ച് തന്നെ മനസ്സിലാക്കണം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.